നാം ഇന്ന് നോക്കുന്നത് ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ എങ്ങനെയാണ് തിന്മ ഉത്ഭവിച്ചത് എന്നാണ്. ദൈവം തൻ്റെ സൃഷ്ടികളിൽ ഒന്നിനും ഈ അഖിലാണ്ടത്തിൽ തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയില്ലായിരുന്നെങ്കിൽ തിന്മ ഉണ്ടാകുമായിരുന്നില്ല. ഉദാഹരണത്തിന്, ഗ്രഹങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയില്ല. വൃക്ഷലതാദികൾ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് വളർന്നു വരുന്നു. അവയ്ക്കും തിന്മ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ ഗ്രഹങ്ങൾക്ക് ധാർമ്മികമായി ഉയർന്ന നിലവാരമുള്ള ഒരു ജീവിതം ചെയ്യാൻ കഴിയില്ല. അവയ്ക്ക് അങ്ങനെ ഒരു ധാർമ്മിക സ്വഭാവമില്ല. അങ്ങനെ ദൈവവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ അനേകം വസ്തുക്കളെ സൃഷ്ടിച്ചിരുന്നു എങ്കിൽ, അങ്ങനെയെങ്കിൽ ഒരു നന്മയോ തിന്മയോ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. അത് വളരെ വിരസമായിരിക്കും. ചിന്തിക്കുക, ഈ പ്രപഞ്ചത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമേ ഉള്ളെങ്കിൽ ഒത്തിരി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പ്ലാനറ്റുകളും ഒക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. അത് ഇതുപോലെ ആയിരിക്കും. ഒരു കോടീശ്വരൻ, ഒത്തിരി വസ്തുവകളുണ്ട്, എന്നാൽ മക്കളില്ല, ജോലിക്കാരോ അങ്ങനെയൊന്നുമില്ല. കുറച്ച് യന്ത്രങ്ങളാണ് അവൻ്റെ ജോലിയെല്ലാം ചെയ്യുന്നത്. അത് വളരെ വിരസമായിരിക്കും. ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ കോടിക്കണക്കിന് ദൂതന്മാരെ അവൻ സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ച പുരുഷനും സ്ത്രീയും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. കാരണം അവർക്ക് ഈ കഴിവുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സ്വഭാവം കൈക്കൊള്ളാനും ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്ക് വരാനും. നമുക്ക് ദൂതന്മാരെക്കുറിച്ച് പല കാര്യങ്ങളും അറിയില്ല, എന്നാൽ അവർക്ക് തിരഞ്ഞെടുക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ദൈവം അവരെ സൃഷ്ടിച്ചത് ദൈവം കൽപ്പിക്കുന്ന കാര്യം ചെയ്യാനായിട്ട് ദാസന്മാരായിട്ടാണ്. എന്നാൽ അതിലൊരു ദൂതൻ, അവൻ്റെ പേര് നമുക്കറിയില്ല, അത് വ്യക്തമായിട്ട് പറയുന്നില്ല. സാധാരണമായിട്ട് അവനെ അറിയപ്പെടുന്നത് ലൂസിഫർ എന്നാണ്. അത് അവൻ്റെ തിളക്കത്തെക്കുറിച്ചാണ്. അവൻ വളരെ തിളക്കമുള്ള ഒരാളായിരുന്നു. എന്നാൽ അതല്ല അവൻ്റെ പേര് നമുക്ക് അറിയുകയില്ല. എന്നാൽ അവൻ ദൂതന്മാരുടെ നേതാവായിരുന്നു. അവനായിരുന്നു ദൈവത്തെ ദൂതന്മാർ ആരാധിക്കുമ്പം അത് നയിച്ചിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് അവൻ തീരുമാനിച്ചു, മറ്റുള്ള ദൂതന്മാർ അവനെ ആയിരിക്കണം ആരാധിക്കേണ്ടതെന്ന്. ദൈവത്തിൻ്റെ സ്ഥാനം അവൻ എടുക്കാൻ ആഗ്രഹിച്ചു. അവനായിരുന്നു ഉയർന്ന ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവത്തെ ആരാധിക്കുന്ന ദൂതന്മാരെ നയിച്ചിരുന്നത്. എന്നാൽ അവൻ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ദൈവത്തെ അനുസരിക്കണോ വേണ്ടയോ എന്നവന് തിരഞ്ഞെടുക്കാമായിരുന്നു. അവന് അനേക വരങ്ങളുണ്ടായിരുന്നു. മനുഷ്യനെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ കഴിവുകളും അതുപോലെ പല വരങ്ങളും അവന് കൊടുത്തിരുന്നു. വീണുപോയ മനുഷ്യനേക്കാൾ കൂടുതൽ. എന്തായാലും ഇത് അവനെ നിഗളിയാക്കി. അവൻ നിഗളിയായി തീർന്നത് ഇതുകൊണ്ടാണ്. അവൻ്റെ ജ്ഞാനം, അവൻ്റെ ബുദ്ധി, അവൻ്റെ സൗന്ദര്യം, അതുപോലെ തന്നെ അവൻ്റെ സ്ഥാനം. യെഹെസ്കേലിൻ്റെ പുസ്തകം 28-ാം അധ്യായം നാം ഇത് വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നാം അവനെക്കുറിച്ച് ഒന്നും വായിക്കുന്നില്ല. എന്നാൽ 3-ാം അധ്യായത്തിൽ അവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു, ആദമിനെയും അവയെയും പരീക്ഷിക്കാൻ. അവൻ വെറുതെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പൊങ്ങി വന്നതല്ല, അവനെ നിശ്ചയമായിട്ടും സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിച്ചതല്ലാത്ത ഒന്നും ഈ ഭൂമിയിലില്ല. ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവർ മാത്രമാണ് നിത്യത മുഴുവൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ദൂതനെ ദൈവം സൃഷ്ടിച്ചത് ദൂതന്മാരുടെ തലവനായിട്ടാണ്. എന്നാൽ അവൻ്റെ പതനം അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായങ്ങളിൽ വിവരിച്ചിട്ടില്ല. കാരണം വേദപുസ്തകം എഴുതപ്പെട്ടത് മനുഷ്യൻ്റെ ചരിത്രം പറയാനാണ്. അതുകൊണ്ട് അത് തുടങ്ങുന്നത് മനുഷ്യൻ്റെ കാര്യം പറഞ്ഞാണ്, പിശാചിൻ്റെ കാര്യം പറഞ്ഞല്ല. അതുകൊണ്ട് മാത്രമാണ് അത് അവിടെ പറയാതിരുന്നത്. എന്നാൽ പിന്നീട് ദൈവം അത് വെളിപ്പെടുത്തുന്നു തൻ്റെ പ്രവാചകനോട്. എങ്ങനെയാണ് ഈ ദൂതൻ പിശാചായതെന്ന്.
അത് എഹെസ്കേലിൻ്റെ പുസ്തകം 28 പറയുന്നു. യെശയ്യാവ് 14 കാണാം. ക്രിസ്ത്യാനികളായ നിങ്ങൾ പലരും ഇത് ഭാഗം വായിച്ചു കാണും. എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് ചില പാഠം പഠിക്കാനുണ്ട്. ഈ ഉദാഹരണത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ പൂർണ്ണനായ ദൂതൻ പിശാചായതെന്ന് എഹെസ്കേൽ 28 നാം വായിക്കുന്നു. 12-ാം വാക്യത്തിൽ ദൈവം സോർ രാജാവിനെക്കുറിച്ച് ഒരു പ്രവചനം പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ പിശാചായിരുന്നു. അവൻ ഈ രാജാവിൻ്റെ ഉള്ളിൽ ജീവിക്കുകയായിരുന്നു. ദൈവം അവിടെ പിശാചിനോട് പറയാണ്, ഇതുപോലെ ഒരു മനുഷ്യനെ പിശാച് ബാധിക്കുമ്പം നിങ്ങൾ ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള പിശാചിനോട് സംസാരിക്കും. അതുപോലെ ഇവിടെ സോർ രാജാവിനോട്, അത് പിശാചാണ്, അവനോട് പറയുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു. നിശ്ചയമായിട്ടും മനുഷ്യനായ രാജാവിന് മാതൃകാ മുദ്രയാകാൻ കഴിയില്ല. ജ്ഞാനപൂർണ്ണനും സൗന്ദര്യപൂർണ്ണനും. നീ ദൈവത്തിന് തോട്ടമായ ഏദനിലായിരുന്നു. ഒരു സോർ രാജാവും ഒരിക്കലും ദൈവത്തിന് തോട്ടമായ ഏദനിൽ പാർത്തിട്ടില്ല. അത് നിശ്ചയമായിട്ടും പറയുന്നത് ആ രാജാവിൻ്റെ ഉള്ളിൽ പാർത്തിരുന്ന ആ പിശാചിനെ പറ്റിയാണ്. നാം ഇവിടെ കാണുന്നു, ഈ ദൂതൻ ആരംഭത്തിൽ ആയിരുന്നത് ഈ ഏദൻ തോട്ടത്തിലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ആ ഏദൻ തോട്ടമല്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഏദൻ തോട്ടം അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം എന്തു സൃഷ്ടിച്ചാലും അതെപ്പോഴും പൂർണ്ണമായിരിക്കും. ദൈവം ഒന്നിനെയും പടിപടിയായിട്ട് സൃഷ്ടിക്കുന്നില്ല. പരിവർത്തന സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്ന പോലെ അത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പടിപടിയായാണ്. ആദ്യം ഒരു മൃഗമായിട്ടും പിന്നെ മനുഷ്യനായിട്ടും. എന്നാൽ മറ്റു ചിലർ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദൈവം ലോകത്തെ സൃഷ്ടിച്ചതും ഇതുപോലെ പടിപടിയായിട്ടാണ്. 1-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിൽ ഭൂമി പാഴും ശൂന്യമായിരുന്നു, അവൻ അങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചത്. അടുത്ത അധ്യായങ്ങളിൽ അവൻ അതിനെ മനോഹരമാക്കി. അത് സത്യമല്ല. മറ്റു വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, MED മേഡ്. എന്നാൽ ഉൽപ്പത്തി 1-1 സൃഷ്ടിച്ചു. എന്നാൽ 2-ാം വാക്യത്തിൽ ഭൂമി പാഴും ശൂന്യമായി ഇരുന്നു. അങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കിയത്. പാഴും ശൂന്യവും ഇരുണ്ടതും, അതെങ്ങനെയാണ് അങ്ങനെ ആയത്? ഈ 2 വാക്യങ്ങളുടെ ഇടയിൽ എന്തോ സംഭവിച്ചു. അതാണ് പിശാചിൻ്റെ വീഴ്ച എന്ന് പറയുന്നത്. അതാണ് ഇവിടെ വിവരിക്കുന്നത്. ഉൽപ്പത്തി 1-1 ആ സമയത്ത് അത് ആവശ്യമായിരുന്നു. അത് ആദമിന് വസിക്കാൻ വേണ്ടി പിന്നെയും പുനർനിർമ്മിക്കുന്നതാവും. അത് നമ്മളെ ഉൽപ്പത്തി 2-ലും 3-ലും വായിക്കുന്നു. എന്നാൽ ആദ്യം ഉണ്ടായിരുന്ന ഏദൻ തോട്ടം ദൈവത്തിൻ്റെ തോട്ടം. ഈ സുന്ദരനായ ദൂതൻ, ദൂതന്മാരുടെ തലവൻ, അവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു, സൗന്ദര്യപൂർണനായിരുന്നു. അവൻ കെരൂബായിരുന്നു. 14-ാമത്തെ വാക്യം, അവൻ കെരൂബായിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു. എഹെസ്കേൽ 28:15 പറയുന്നു, നിന്നെ സൃഷ്ടിച്ച നാളിൽ നിന്റെ നടപ്പിൽ നീ നിഷ്കളങ്കനായിരുന്നു. അവനെ സൃഷ്ടിച്ചതാണ്. നിങ്കൽ നീതികേട് കണ്ടെത്തുന്നതുവരെ. അങ്ങനെ അവൻ പാപം ചെയ്തു. അങ്ങനെ അവനെ ദൈവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. 17-ാം വാക്യത്തിലെ അവൻ്റെ പാപത്തിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നു. അവൻ്റെ ഹൃദയം ഗർവിച്ചു, അവൻ നിഗളിയായി. അവൻ്റെ സൗന്ദര്യ നിമിത്തം, അതുപോലെ അവൻ്റെ ജ്ഞാനം നിമിത്തം. ഇവിടെ നമ്മൾ കാണുന്നു ആദ്യത്തെ പാപം അതിൻ്റെ തല ഉയർത്തുന്നു. ഈ ദൈവം സൃഷ്ടിച്ച മനോഹരമായ പ്രപഞ്ചത്തിൽ അത് നിഗളമായിരുന്നു. പിന്നീടുണ്ടായ എല്ലാ പാപത്തിൻ്റെയും തായ് വേര് ഇതായിരുന്നു അതിൻ്റെ ആരംഭം. ആ സമയം വരെ പാപം എന്ന് പറയുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, എവിടെയൊക്കെ തിരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം, അവിടെ എപ്പോഴും ഇതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവൻ നിഗളിയായി തീരാനായിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാപം ചെയ്യാൻ. അവൻ ഇപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താൽ ഈ സ്വാതന്ത്ര്യം ദൈവത്തെ അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനും. അവൻ ഗർവിക്കുകയും നിഗളിയാവുകയും ചെയ്തു. തൻ്റെ സൗന്ദര്യ നിമിത്തവും തൻ്റെ ജ്ഞാന നിമിത്തവും അവൻ ചിന്തിക്കാൻ തുടങ്ങി അവൻ വളരെ പ്രധാനപ്പെട്ട ആളാണെന്ന്. അവൻ പ്രധാനപ്പെട്ട ആൾ തന്നെയായിരുന്നു. എന്നാൽ ദൈവം എന്ത് പ്രാധാന്യത്തോടെ അവനെ സൃഷ്ടിച്ചോ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണോ അവന് തോന്നി. അവനെ ദൈവം താഴേക്ക് തള്ളിയിട്ടു. മറ്റൊരു വേദഭാഗത്ത് പിശാചിനെക്കുറിച്ച് പറയുന്നത് കാണാം. യെശയ്യാ 14-ാം അധ്യായം. യെശയ്യാ 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ഇതേ ആളെക്കുറിച്ച് മറ്റ് ചില വിശദാംശങ്ങൾ പറയുന്നത് നാം കാണുന്നു. അവിടെ നാം വായിക്കുന്നു,
12-ാം വാക്യത്തിൽ അവനെ വിളിക്കുന്നത് അരുണോദയ പുത്രനായ ശുക്ര. യെശയ്യാ 14:12. വളരെ തിളക്കത്തോടെ പ്രകാശിക്കുന്ന ഇവിടെ നിന്നാണ് ലൂസിഫർ എന്നുള്ള പേര്. ഒരുപക്ഷെങ്കിൽ അതൊരു ലാറ്റിൻ വാക്കായിരിക്കാം. അരുണോദയ പുത്ര, ഉദിച്ചു വരുന്ന നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളയുന്നതിന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും. ഇതാണ് ഈ ലൂസിഫർ, ഈ അരുണോദയ പുത്രൻ, ദൂതന്മാരുടെ തലവൻ, അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത്. എൻ്റെ സിംഹാസനം ഞാൻ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മേലെ കയറും. ഞാൻ അത്യുന്നതനോട് സമമാകും. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവന് ദൈവത്തെ പോലെ ആകണം. അവൻ തന്നെ ഉയർത്തി ദൈവത്തിന് മീതെയും. അതുകൊണ്ടാണ് അവനെ താഴേക്ക് തള്ളിയിട്ടത്. അങ്ങനെ അവൻ അവസാനം നരകത്തിൽ ചെന്ന് ചേരും. ഇങ്ങനെയാണ് പാപം വന്നത്. ഒരു സൃഷ്ടിക്കപ്പെട്ട വസ്തു ദൈവം അവന് കൊടുത്ത സ്ഥാനത്തിൽ അവൻ അതൃപ്തനായിത്തീരുന്നു. അവന് ചുറ്റും ദൈവം ഒരു വൃത്തം വരച്ചു. അവൻ ആ അതിരിൻ്റെ വെളിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. അത് അതൃപ്തിയായിരുന്നു. അവന് ദൈവം കൊടുത്ത ആ അധികാരത്തിനുള്ളിൽ അവൻ തൃപ്തനായില്ല. അവന് കൂടുതൽ വേണമായിരുന്നു. അവൻ്റെ ജ്ഞാനത്തിൽ അവൻ ഗർവിഷ്ഠനായി. അവൻ്റെ സൗന്ദര്യം, അതുപോലെ അതവനെ നിഗളത്തിലേക്ക് നടത്തി. അവൻ വീഴുകയും പിശാചാകുകയും ചെയ്തു. നമ്മളിവിടെ കാണുന്നത് നിഗളം ഒരു നിമിഷം കൊണ്ട് ഒരു ദൂതനെ ഒരു പിശാചാക്കി മാറ്റാം. അതിനൊത്തിരി സമയമെടുക്കുകയില്ല. ഒരു നിമിഷം കൊണ്ട് അവൻ ഒരു പിശാചായി. അത് നിഗളം കൊണ്ടാണ്. നാം ഇത് കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ ഒരു മനുഷ്യനെ നിഗളത്തിന് ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ കഴിയും. മറ്റൊരു കാര്യം നാം ഇവിടെ കാണുന്നത് അതൃപ്തിയാണ്. അവൻ അസന്തുഷ്ടനായിരുന്നു. അവൻ്റെ ചുറ്റും ദൈവം വെച്ച ആ അതിർത്തിയിൽ. അത് വളരെ വലിയ അതിർത്തിയായിരുന്നു. കാരണം എല്ലാ ദൂതന്മാരും അവന് കീഴെയായിരുന്നു. അവൻ ദൂതന്മാരുടെ തലവനായിരുന്നു. ദൈവം സൃഷ്ടിച്ച മറ്റെല്ലാത്തിനും മീതെയായിരുന്നു അവൻ. ഒരാൾ ഇങ്ങനെ ചിന്തിക്കും, ഇതിൽ കൂടുതൽ അവൻ എന്താ വേണ്ടിയത്? അവന് അധികാരം കിട്ടി, അവന് സൗന്ദര്യം കിട്ടി, ജ്ഞാനം, ഇതിൽ കൂടുതൽ എന്താണ് ഈ ദൂതന് വേണ്ടിയത്? എന്നാൽ അവൻ തൃപ്തനായില്ല. അവന് ദൈവം ഈ കാര്യങ്ങളെല്ലാം കൊടുത്തെങ്കിലും അവൻ അതൃപ്തനായി തുടർന്നു. ഇവിടെ നിന്ന് അവൻ പഠിക്കുന്ന ഇതാണ്, അസംതൃപ്തി ഒരു സൗന്ദര്യമുള്ള ദൂതനെ പോലും പിശാചാക്കി മാറ്റും ഒരു നിമിഷം കൊണ്ട്. നിഗളവും തൃപ്തിയില്ലായ്മയും ദൈവം നിങ്ങൾക്ക് തന്നതിൽ അസംതൃപ്തിയോടെ നിങ്ങളിരിക്കുമ്പം നാം ഇവിടെ കാണുന്നു ഈ രണ്ട് പാപങ്ങൾ ഉള്ള അപകടം. അത് അസംതൃപ്തനായിരിക്കുക. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ എല്ലാവരും അസംതൃപ്തരായിരിക്കുകയാണ്. അവർക്കുള്ള കാര്യങ്ങളിൽ, അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ, അവരുടെ സൗന്ദര്യം, അവരുടെ വീടുകളിൽ അവർ സംതൃപ്തരല്ല, അവരുടെ ഭാര്യമാരിൽ തൃപ്തരല്ല, ഭർത്താക്കന്മാരിൽ, അവരുടെ ജോലിയിൽ. ഈ ലോകം മുഴുവനും അതൃപ്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ അരിഷ്ടരായിരിക്കുന്നത്. പിശാചിൻ്റെ ഈ സ്വഭാവം അവരിൽ മുഴുവനായിട്ടും നിറഞ്ഞിരിക്കുകയാണ്. ദൈവം അവരെ അനേക തരത്തിൽ അനുഗ്രഹിച്ചിരിക്കുമ്പം തന്നെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ അവർ അതൃപ്തരായിരിക്കുന്നു. ഇത് തന്നെയാണ് ദൂതനെ പിശാചാക്കി മാറ്റിയത്. ഇത് തന്നെയാണ് നല്ല ആളുകളെ പിശാചാക്കുന്നത്. അതുകൊണ്ട് നിഗളവും അതൃപ്തിയും, ഈ രണ്ട് കാര്യങ്ങളാണ് നാം ഇവിടെ കണ്ടത്. അതാണ് ഈ മനോഹരമായ ദൂതന്മാരെ നശിപ്പിച്ചത്. നിങ്ങളെ നശിപ്പിക്കും. ഇവിടെ പറയുന്നു, അവൻ പറയുന്നു, ഞാൻ എന്നെ തന്നെ ഉയർത്തും ദൈവ സിംഹാസനത്തിന് മീതെ. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അപ്പോൾ തന്നെ തള്ളിയിടും. ഇതാണ് നമ്മളെ പുതിയ നിയമത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ ഒരു പ്രമാണം. അത് ദൈവം തങ്ങളെ തന്നെ താഴ്ത്തുന്നവരെ അവൻ ഉയർത്തും. അതുപോലെ ദൈവം താഴ്ത്തും തങ്ങളെ തന്നെ ഉയർത്തുന്നവരെ. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ലൂസിഫർ, ദൈവത്തിൻ്റെ പ്രധാന ദൂതൻ. സർവശക്തനായ ദൈവം തന്നെ അവനെ താഴേക്ക് തള്ളിയിട്ടു. കാരണം അവൻ നിഗളിയും അസംതൃപ്തനുമായി. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഇവിടെ നാം കാണുന്നു, പാപം നിഗളത്തിൽ കൂടെ വന്നു, അതുപോലെ തന്നെ അതൃപ്തിയിലും
സൃഷ്ടിക്കപ്പെട്ടവൻ ദൈവത്തിന് സിംഹാസനം മീതെ കയറാൻ ആഗ്രഹിക്കുന്നു. ദൈവം അവനെ താഴേക്ക് തള്ളിയിടുന്നു. പാപം നിഗളത്തിൽ കൂടെ വരുന്നു. എന്നാൽ രക്ഷ അത് വന്നത് ഇതിന് നേരെ എതിരായ കാര്യത്തിലൂടെയാണ്, താഴ്മയിലൂടെയാണ്. ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഒരാൾ അവനെ തന്നെ ഉയർത്തി അവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മീതെ കയറാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് പാപം വന്നത്. എന്നാൽ രക്ഷ വന്നത് മുഴുവൻ നിത്യതയിലും ദൈവമായിരുന്ന ഒരാൾ, യേശുക്രിസ്തു ദൈവപുത്രൻ, ദൈവത്തോടുള്ള ആ സമത്വം വിട്ടുകളഞ്ഞു ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ദൈവമെന്ന തലത്തിൽ തനിക്ക് പ്രാപിക്കാൻ കഴിയുന്ന എല്ലാ വിഭവങ്ങളും കളഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ. അങ്ങനെ മനുഷ്യനായ ശേഷം അവൻ പിന്നെയും തന്നെ താഴ്ത്തി എല്ലാവരുടെയും ഒരു ദാസനായി അവസാനം തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന, എന്നാൽ ദൈവം അവനെ ഉയർത്തി ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക്. അവൻ ദൈവപുത്രനായതുകൊണ്ടല്ലത്, അങ്ങനെ അവൻ ആ കാര്യത്തിന് എല്ലാ അവകാശവും ഉണ്ടായിരുന്നു. എന്നാൽ അവനൊരു മനുഷ്യനായി യേശുക്രിസ്തു തന്നെ താഴ്ത്തി ആ താഴ്ന്ന നില സ്വീകരിച്ചു. ഇവിടെ നമുക്ക് ഈ രണ്ട് ആത്മാക്കളുടെ പ്രവൃത്തികളെ കാണാം. അതിലൊന്ന് പിശാചിൻ്റെ ആത്മാവ്, അതെപ്പോഴും ഉയർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ദൈവം അവനെ താഴ്ത്തുന്നു. അടുത്തത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവാണ്, അതെപ്പോഴും താഴേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ദൈവം അവനെ ഉയർത്തുന്നു. നമുക്ക് പറയാം, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഈ രണ്ടാത്മാക്കളിൽ ഒന്നിനാൽ സ്വാധീനിക്കപ്പെട്ടവരാണ്. ക്രിസ്തീയ കോളത്തിൽ ഒത്തിരി ആളുകളുണ്ട് ഈ രണ്ടാത്മാക്കളിൽ ഒന്നിനാൽ സ്വാധീനിക്കപ്പെട്ടവർ. ഇങ്ങനെ ചിന്തിക്കരുത്, ക്രിസ്ത്യാനി എന്ന് പറയുന്ന എല്ലാവരും അവർ തങ്ങളെ തന്നെ യേശുക്രിസ്തു പോയ വഴിയിൽ തന്നെ താഴ്ത്തുന്നവരാണെന്ന്. അങ്ങനെ എല്ലാ ക്രിസ്ത്യാനികളും ചെയ്താൽ എല്ലാ ക്രിസ്ത്യാനികളും ആത്മീയരായിരിക്കും, എല്ലാ സഭയും ഒരു ആത്മീയ സഭയായിരിക്കും. എന്നാൽ നിങ്ങൾക്കും എനിക്കും അറിയാതെ സത്യമല്ലത്. എല്ലാ പ്രശ്നവും എന്ന് ഞാൻ പറഞ്ഞപ്പം ഞാൻ അർത്ഥമാക്കിയത് എല്ലാ പ്രശ്നവും എല്ലാ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ വരുന്നതും, എല്ലാ കുടുംബങ്ങളിലും, എല്ലാ വീടുകളിലും, എല്ലാ സഭകളിലും, എല്ലായിടത്തും അതിൻ്റെ വേര്, അതിൻ്റെ ഉത്ഭവം അത് നിഗളമാണ്. അവർ തങ്ങളെ തന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. അതൃപ്തി കാരണം അതാണ് നാം പഠിക്കുന്നത് ഈ കഥയിൽ നിന്ന്. ലൂസിഫർ, ആ ദൂതൻ, എങ്ങനെയാണ് പിശാചായെന്ന്. ഇതേ കാര്യം നമുക്ക് ആദാമിലും ഹവ്വയിലും കാണാം. ദൈവം ആദാമിനും ഹവ്വായിക്കും ഒരു അതിര് വെച്ചു. അതിനുശേഷം അവരോട് പറഞ്ഞു, എല്ലാ വൃക്ഷത്തിൽ നിന്നും കഴിക്കാം, ഈ ഒന്നൊഴികെ. അത് വളരെ വലിയ ഒരു വൃത്തമായിരുന്നു. അതിനുള്ളിൽ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് പുറത്ത് ഒരു വൃക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നിസ്സാരമായിരുന്നു. ചിന്തിക്കുക, ദൈവം ഒരു ചെറിയ വൃത്തം വരച്ചു, അതിനുള്ളിൽ ഒരു വൃക്ഷം മാത്രമേ ഉള്ളായിരുന്നു. എന്നിട്ട് ദൈവം പറയുന്നു, ഇവിടെ 10,000 കണക്കിന് വൃക്ഷങ്ങളുണ്ട്, നിനക്കെന്നാൽ ഈ ഒരു വൃക്ഷത്തിൽ മാത്രമേ കഴിക്കാവൂ. അതൊരു പക്ഷെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇങ്ങനെ ചിന്തിച്ച് നോക്കുക, അവിടെ 10,000 കണക്കിന് വൃക്ഷങ്ങൾ, അതിൽ ഫലങ്ങളും, അതിന് പുറത്തെ ഒരു വൃക്ഷം മാത്രം. ജീവവൃക്ഷം അതിനുള്ളിലായിരുന്നു. ആ വൃത്തത്തിൻ്റെ മധ്യ അതുണ്ടായിരുന്നു. ഏറ്റവും നല്ല വൃക്ഷം, നന്മതിന്മകളുടെ ആ വൃക്ഷം, അത് പുറത്തായിരുന്നു. ആദാം അതൃപ്തനായി തീർന്നു. അവൻ സന്തോഷമില്ലാത്തവനായി. ആദമും ഹവ്വായും ദൈവം അവരുടെ ചുറ്റും വരച്ച വൃത്തത്തിൽ. അങ്ങനെയാണ് പാപം വന്നത്. ഇതേ വിഷം ആ ദൂതനെ പിശാചാക്കിയാതെ ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഈ മനുഷ്യനെ ഒരു നിമിഷം കൊണ്ട് പാപിയാക്കി. എന്താണത്? അവൻ്റെ ചുറ്റും ദൈവം വരച്ച വൃത്തത്തിൽ അവൻ തൃപ്തനല്ല. പിശാചിനുണ്ടായ അതേ പാപം തന്നെ അത് നിങ്ങൾക്കും സംഭവിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ ഒരു ക്രിസ്ത്യാനിന്ന് വിളിക്കാം, വീണ്ടും ജനിച്ചവൻ, അങ്ങനെ എന്തെങ്കിലും. എന്നാൽ നിങ്ങൾ അതൃപ്തനാണെങ്കിൽ നിങ്ങൾ പിശാചായി മാറും. നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളങ്ങനെ തുടർന്നാൽ നിങ്ങളുടെ നിത്യത പിശാചിനോടൊപ്പമായിരിക്കും, എന്തു തന്നെ നിങ്ങൾ നിങ്ങളെ വിളിച്ചാലും. അടുത്ത കാര്യം നിഗളമാണ്. ആദമും ഹവ്വയും നിഗളികളായി. അവർ ദൈവത്തെ വെല്ലുവിളിച്ചതിന് ശേഷം അവർക്ക് രക്ഷപ്പെടാമെന്ന്. അതിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്. അവരുടെ മുഷ്ടി ചുരുട്ടി അവരെ ദൈവത്തോട് പറഞ്ഞു, നീ എന്താ അങ്ങനെ പറയുന്നത്? ഞങ്ങളത് ചെയ്യാൻ പോവുകയാണ്. അത് നിഗളമല്ലേ? ഒരു
പിതാവ് തൻ്റെ മകനോട് പറയുകയാണ്, അങ്ങനെ ചെയ്യരുത് മകനെ. ആ മകൻ തിരിഞ്ഞ് പിതാവിനോട് പറയാം, ഞാൻ അങ്ങനെ ചെയ്യും. എന്താണത്? അത് നിഗളവും അഹങ്കാരവുമാണ്. അത് തന്നെയാണ് ആദമും ഹവ്വയും ചെയ്തത്. ദൈവം അവരോട് പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്. അവർ പറഞ്ഞു, നീ ആരാന്നാ നീ ചിന്തിക്കുന്നത്, ഞങ്ങളത് ചെയ്യും. ആ നിഗളം, ആ വിഷം അവരിലേക്ക് കുത്തിവെച്ചത് പിശാചായിരുന്നു. അതുകൊണ്ടാണ് ഈ നിഗളത്തിൻ്റെ ആത്മാവ് ദോഷമുള്ളതായിരിക്കുന്നത്. അത് നിഗളവും അസംതൃപ്തിയുമാണ്. നമുക്കിങ്ങനെയും പറയാം, അധികാരത്തിന് നേരെയുള്ള മത്സരം. ദൈവത്തിന് തൻ്റെ അധികാരമുണ്ട്, പിശാചിന് മുകളിൽ. അവൻ്റെ മേലെ ഉണ്ടായിരുന്ന ഒരേ അധികാരം. അവൻ ആ അധികാരത്തിന് നേരെ മത്സരിച്ചു. എൻ്റെ മേലെ ഒരധികാരവും എനിക്ക് ആവശ്യമില്ല. അതേ കാര്യമാണ് ആദാമും ഹവ്വയും ചെയ്തത്. നിങ്ങൾക്ക് കാണാം പാപം 100% അതുപോലെ തന്നെയായിരുന്നു. കാരണം അവരിലേക്ക് കുത്തിവെച്ച ആ വിഷം അത് പിശാചിൽ നിന്നായിരുന്നു. അതുകൊണ്ട് അവരും അധികാരത്തിന് നേരെ മത്സരിച്ചു. ആദമിൻ്റെയും ഹവ്വയുടെയും മേലെ ദൈവത്തിനുണ്ടായിരുന്ന അധികാരത്തിനെതിരെ അവരതിനെതിരെ മത്സരിച്ചു. ഞങ്ങളത് അനുസരിക്കാൻ പോകുന്നില്ല. ഇപ്പം മനുഷ്യകുലത്തിൽ മനുഷ്യവർഗം അവരെല്ലാവരും ഈ 3 പാപങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിഗളം, മറ്റുള്ളവരുടെ മീതെ തങ്ങളെ തന്നെ ഉയർത്തുക. അതുപോലെ ദൈവം അവർക്ക് കൊടുത്തതിൽ അതൃപ്തിയോടെ ഇരിക്കുക, പരാതിപ്പെടുകയും പെറുവിറുക്കുകയും. എന്തുകൊണ്ടാണ് പെറുവിറുക്കുന്നത് ഗൗരവമുള്ള കാര്യമായിരിക്കുന്നത്? കാരണം പിശാച് ചെയ്ത ആ പാപത്തിൻ്റെ ഒരു പ്രതിഫലനമാണത്. അതുപോലെ അധികാരത്തിന് നേരെയുള്ള മത്സരം, കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്കെതിരെ, അതുപോലെ വിദ്യാർത്ഥികൾ അധ്യാപകർക്കെതിരെ, ജോലി ചെയ്യുന്നവർ അവരുടെ അധികാരികൾക്കെതിരെ. അതുകൊണ്ടാണ് ഇത് വളരെ പ്രധാനമായിരിക്കുന്നത്. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ, അധികാരികൾക്ക് കീഴ്പ്പെടാൻ അവരെ പഠിപ്പിക്കണം. അവരത് പഠിച്ചില്ലെങ്കിൽ പിശാചിൻ്റെ ആ വിഷം അവരുടെ ജീവിതം മുഴുവനും അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം അവരെ അനുസരിക്കാൻ. ഒരു കുഞ്ഞ് അനുസരണക്കേട് കാണിക്കുന്നത് ഗുരുതരമായ കാര്യമാണ്. തൻ്റെ അപ്പനെയും അമ്മയും വീട്ടിൽ അവൻ തൻ്റെ അധ്യാപകരെ കേൾക്കാതിരിക്കുന്നത്, സ്കൂളിൽ പോകുമ്പം, അതുപോലെ തന്നെ അവൻ മുതിരുമ്പം ജോലി ചെയ്യുന്നിടത്ത് മേലധികാരികളെ അനുസരിക്കുക. ഇത് വളരെ ഗൗരവമാണെന്ന് നാം കണ്ടു. അതുകൊണ്ട് ഈ പാപം നാം തിരിച്ചറിയണം. ഒരു ദൂതൻ എങ്ങനെയാണ് പിശാചായി മാറിയതെന്ന്. ഞാൻ പിന്നെയും പറയട്ടെ, നിഗളം തൃപ്തിയില്ലാത്തവനായിട്ടിരിക്കുക, അതുപോലെ അധികാരത്തിന് നേരെയുള്ള മത്സരം. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നപ്പം അവനിതിനെതിരായിട്ടുള്ള കാര്യം ചെയ്ത് അവൻ എപ്പോഴും തന്നെ താഴ്ത്തി. തൻ്റെ 33 വർഷത്തെ ഈ ലോക ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും തനിക്ക് തല ചായ്ക്കാൻ ഇടമില്ലാഞ്ഞപ്പോൾ പോലും, തൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിടയിൽ തനിക്ക് പരാതിയില്ലായിരുന്നു. യോഹന്നാൻ 8:1 നാം വായിക്കുന്നു, എല്ലാവരും തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ അവന് വൃക്ഷത്തിൻ്റെ കീഴിൽ ഒലിവുമലയിൽ കിടന്നുറങ്ങി. അവന് പരാതിയില്ലായിരുന്നു. അവൻ്റെ ജീവിതത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ അവൻ തൃപ്തനായിരുന്നു. അവൻ്റേതൊരു ദരിദ്ര കുടുംബമായിരുന്നു, എന്നാൽ അവനൊരു പരാതിയുമില്ലായിരുന്നു. അതുപോലെ അവൻ അധികാരങ്ങൾക്ക് കീഴടങ്ങി. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അപൂർണരായ മറിയയ്ക്കും ജോസഫിനും അവൻ കീഴടങ്ങി. എന്നാൽ ഇവിടെ ഒരു ദൂതൻ, ലൂസിഫറിന് പൂർണ്ണതയുള്ള ദൈവത്തെ അനുസരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ നാം കാണുന്നു, അപൂർണരായിട്ടുള്ള മറിയയ്ക്കും ജോസഫിനും രക്ഷ നമുക്ക് ലഭിച്ചത് പിശാച് കൊണ്ടുവന്ന എല്ലാ തിന്മയെയും യേശു അഭിമുഖീകരിക്കുകയും അതിനെ മറികടക്കുകയും ചെയ്തു. നിങ്ങൾ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളും അവനെ ഈ മേഖലകളിൽ അനുസരിക്കണം. എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തണം. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ തൃപ്തരായിരിക്കണം. അതുപോലെ എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ ന്യായമായിട്ടുള്ള എല്ലാ അധികാരങ്ങൾക്കും കീഴ്പ്പെടണം. അതാണ് ഇതിനുള്ള വഴി. യേശുവിനെ പിൻഗമിക്കുക എന്ന് പറയുമ്പോൾ ഇതിനെതിരായിട്ടുള്ള എല്ലാ വഴികളും നിങ്ങളെ പിശാചിനെ പോലെയാക്കും. നമുക്ക് ഈ പാഠം പഠിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.